ഹലോ വീവേഴ്സ്, ഞാനിന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ലൊരു കറിയുണ്ട്. അതായത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള കുമ്പളങ്ങ മുളകുപുളിശ്ശേരി. ഇത് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ 2-3 ആൾക്കാർക്കുള്ള കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് ഒരു 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ചെറിയ ഗ്ലാസ്സിന്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് തൂരപ്പരിപ്പ് കഴുകിയിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരട്ടെ. 3 വിസിൽ ഓരോ കുക്കറിനും ഓരോ മാതിരിയാവും കേട്ടോ. ഇനി നമുക്കത് വെന്തോന്ന് നോക്കാം. ഒരു 2-3 വിസിൽ വന്ന് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇടലേ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് കുമ്പളങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയ കുമ്പളങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നമ്മുടെ എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതുമാതിരി നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. നല്ല ടേസ്റ്റുമാണത്. വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി കാച്ചിയിട്ട് ഒഴിക്കാം. ചെറിയ ഉള്ളി ഒരു 5-6 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറിയിൽ ഉള്ളി കാച്ചി ഒഴിച്ചിട്ടില്ല, വെറും വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി ഉള്ളി ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഉള്ളി നല്ലപോലെ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.